പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കൾക്ക് ചുറ്റും ദൈവത്തിന്റെ വലിയ കാവൽ ഉണ്ട്. ആ കാവലിൽ നീ പാർക്കുന്ന കാലത്തോളം നീ സുരക്ഷിതൻ ആണ്. അങ്ങനെ ഒരു സന്ദേശമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ കർത്താവ് എന്നെ ഫലമേൽപ്പിച്ചത്. 125 സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു, യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. പർവ്വതങ്ങൾ എങ്ങനെ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നോ അതുപോലെ ദൈവം തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. പ്രവചന ഭാഗത്തുണ്ട്, പൊളിഞ്ഞു കിടക്കുന്ന മതിലുകളെ ഭേദിച്ച് ചിലർ മുന്നോട്ട് കുതിക്കാൻ തുടങ്ങിയപ്പോൾ പ്രവാചകൻ പ്രവചിക്കുക, നിങ്ങൾ നോക്കുമ്പോൾ ഇടിഞ്ഞു കിടക്കുന്ന മതില് കാണാം, പക്ഷേ അല്ല, ദൈവം അതിന് ചുറ്റും ഒരു തീമതിലായി നിൽക്കുകയാണ്. ഓരോ ദൈവമക്കളെയും ദൈവം കാവൽ ചെയ്യുന്നു എന്നാണ് ഈ വചനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ഭക്തനായ ഇയ്യോബിന് ചുറ്റും ദൈവം വേലി കെട്ടി എന്ന വചനം. ദുഷ്ടനായ പിശാച് ഇയ്യോബിന്റെ കുടുംബത്തെ തകർക്കുവാൻ അവന്റെ വീടിനടുക്കലെത്തിയപ്പോൾ പിശാചിന് മനസ്സിലായി, ഒരു കാരണം വെച്ചാലും ദൈവത്തിന്റെ അനുവാദമില്ലാതെ ഇയ്യോബിന്റെ ജീവിതത്തിൽ കയറാൻ പറ്റത്തില്ല. കാരണം ഇയ്യോബിനും അവനുള്ള സകലത്തിനും ചുറ്റും ദൈവം വേലി കെട്ടിയിരിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ദുഷ്ടശക്തിക്കോ ഒരു എതിർശക്തിക്കോ ഒരിക്കലും ദൈവം നിന്നെ സൂക്ഷിക്കുന്ന സൂക്ഷിപ്പ് വിട്ട് അതിനെ ഭേദിച്ച് നിന്റെ ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റത്തില്ല. ആ ഒരു ഉറപ്പ് ഓരോ ദൈവമക്കൾക്കും വേണം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ദൈവം നിനക്ക് ചുറ്റും പരിചയം. എത്ര വലിയ അസ്ത്രങ്ങൾ നിനക്ക് വന്നാലും അതിനെ തടയുന്ന പരിചയം. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുമ്പം ആ പരിചയ വിശ്വാസം എന്ന പരിചയമാണ്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ചുറ്റും പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്ന പോലെ യഹോവ തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. ആ ഉറപ്പേറ്റെടുക്കാം, ആ ധൈര്യം ഏറ്റെടുക്കാം. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും പറയാം, ദൈവം എന്നെ ചുറ്റിയിരിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്ന പോലെ അങ്ങ് ഞങ്ങളെ ചുറ്റിയിരിക്കുന്നോട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം നിന്നെ ചുറ്റി പരിപാലിക്കും, കാവലായി നിൽക്കും. God bless you.